ഹായ് ഫ്രണ്ട്സ്, മലയാളം വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ കൂടാതെ ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യുന്ന ഇറക്കുന്ന സിനിമകൾ സീരീസുകൾ ഏതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ആദ്യം നമുക്ക് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അടുത്ത ഒന്നാം സിനിമ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലാൻഡ് ഓഫ് ബാഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വഴിയാണ് സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുന്നത്, കണ്ടവരെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി വെബ്സൈറ്റ് ശ്രമിക്കാം. അടുത്തൊരു ഹിന്ദി ഹൊറർ ബാത്തിലുള്ള സിനിമയാണ്. മൂഞ്ചി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുന്നതാണ്. കണ്ടവരെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി വെബ്സൈറ്റ് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്ത സിനിമകളായിട്ടുള്ളത്. ഇനി ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യുന്ന ഇറക്കുന്ന സിനിമകൾ സീരീസുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ ഒരു നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. നമ്മുടെ ചിയാൻ വിക്രം, മാളവിക മോഹൻ കൂട്ടുകെട്ടിലൊരുങ്ങി ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സാസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. റെക്കോർഡ് കളക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. തങ്കലാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശം സിനിമ എന്ന് റിലീസ് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം പകുതിയോട് കൂടി OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി വെബ്സൈറ്റ് ശ്രമിക്കാം. ഓക്കെ, അടുത്തത് ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ദ റിങ്സ് ഓഫ് പവർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമാണ് സീരീസിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈം OTT റൈറ്റ്സ് സ്വന്തമാക്കിയ സീരീസ് ഓഗസ്റ്റ് മാസം 29 ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തും ഒരു സീരീസ് തന്നെയാണ്, ഒരു ഹിന്ദി സീരീസാണ്. കോൾ മീ ബേ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമാണ് സീരീസിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 6 സീരീസ് OTT റിലീസ് ചെയ്ത് ഇറക്കുക. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സീരീസിന് വേണ്ടി. ഓക്കെ, അടുത്തത് ഒരു മലയാള സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ പാത്രമുള്ള സിനിമയാണ്. പട്ടാപ്പകൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയ സൈനാപ്ലേ ആണ്. സൈനാപ്ലേ OTT അവകാശം സിനിമ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സൈനാപ്ലയുടെ മകൻ്റെ കഴിഞ്ഞ ദിവസം കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അടുത്ത നമ്മുടെ മീന പ്രധാനപ്പെടുത്തിയ ഒരു ത്രില്ലർ ഡ്രാമ പാത്രമുള്ള സിനിമയാണ്. ആനന്ദപുരം ഡയറീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മനോരമ മാക്സ് OTT അവകാശം വാങ്ങിച്ച സിനിമ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എക്സ്പെക്ട് ഡേറ്റ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം 5 സിനിമ റിലീസ് ചെയ്ത് ഇറക്കുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. അടുത്ത നമ്മുടെ ദിലീപേട്ട നായകനായെത്തി വിനീത് കുമാർ സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ പാത്രമുള്ള സിനിമയായിരുന്നു. പവി കെയർ ടേക്കർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയ മനോരമ മാക്സ് തന്നെയാണ്. മനോരമ മാക്സ് OTT അവകാശം വാങ്ങിച്ച സിനിമ സെപ്റ്റംബർ മാസം സെക്കൻഡ് വീക്കിൽ OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് എക്സ്പെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം 15 ഓണം സ്പെഷ്യലായിട്ടായിരിക്കും സിനിമ റിലീസ് ചെയ്യപ്പെടുക എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി എപ്പോഴും ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ്. IC 814 ദ കാണ്ടഹാർ ഹൈജാക്ക് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് സീരീസിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ സീരീസ് ഓഗസ്റ്റ് മാസം 29 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സീരീസിന് വേണ്ടി. ഓക്കെ, അടുത്തൊരു തെലുങ്ക് സിനിമയാണ്. ബഡ്ഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ സിനിമ എന്ന് റിലീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം 30 മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് OTT റിലീസ് ചെയ്യുന്ന ഇറക്കാണ്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അടുത്തൊരു ഹിന്ദി മൂവിയാണ്. മുർഷിദ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് സിനിമ റിലീസ് ചെയ്യുന്ന ഇറക്കുക. C5 OTT അവകാശം വാങ്ങിച്ച സിനിമ ഓഗസ്റ്റ് മാസം 30 C5 വഴി OTT റിലീസ് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് മാസം 25 ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ കൂടാതെ ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്ത് ഇറക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതും ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു എന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി എത്താൻ ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതു ദ ഹണ്ട് എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്ര അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തയക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ആരോടെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള OTT അപ്ഡേറ്റും റിവ്യൂസും കിട്ടാൻ വേണ്ടിയാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ ചോദിച്ച് തുടർന്ന് നോട്ടിഫിക്കേഷൻ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.